ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് നോക്കണ്ട. അപ്പോൾ നമ്മൾ കളിക്കാൻ പോണത് ഹൗസ് ഡിസൈനർ 3D എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹൗസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം. നമ്മുടെ വീട് വിട്ടില്ല അവിടെ ഒരു വീടുണ്ടാവും. അവരൊക്കെ ഡിസൈൻ ചെയ്ത് കണ്ട നമ്മളിതെല്ലാം സെറ്റാക്കണം. ഇതുണ്ടോ, ഇത് ജസ്റ്റ് നോർമൽ ഹൗസ്. ബട്ട് ഒരു ലെജൻഡറി ഐറ്റം ഉണ്ട് നമ്മുടെ വീട്ടിനുള്ളിൽ. അതാണ് എൻ്റെ വീട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഗെയിമിനെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൈ ഹൗസ് ഗൈസ്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു വാൾപേപ്പറൊക്കെ ഇട്ട ഒരു സ്ഥലം. ഇതാണ് എൻ്റെ റൂം. ബട്ട് ഇത് ഞാൻ ഇപ്പോൾ തുറക്കൂല. ഇത് ജസ്റ്റ് നോർമൽ ബാത്റൂം. പിന്നെ ഇത് നമ്മുടെ ക്യാറ്റാണ്, നമ്മുടെ സുഗുണ എന്നാണ് പേര്. നമ്മുടെ സുഗുണം പൂച്ചയുടെ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ചിട്ടു, ആ പേരിട്ടാണ്. പിന്നെ നമുക്ക് ഇതാണ് പൂച്ചയുടെ സ്പോണിങ് ഏരിയ. കണ്ട അങ്ങോട്ട് പോകണുണ്ടോ? ഇതാ നമ്മുടെ സുഗുണം പോകാൻ അവിടെ ഇരുന്നു കഴിച്ചു. സുഗുണം പോകാൻ കാലൊക്കെ ചൊറിയാണ്. പിന്നെ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. എന്താണ് ഇതോട്ടിരുന്നോ പീപ്പുണ്ടാരും? ഞാൻ തന്നെ ഈ പീപ്പുണ്ടായിരുത്തി പിടിച്ചേക്ക്. ഇതെന്താ ഇങ്ങനെ? അതാ എൻ്റെ ഫാദർ സംസാരിക്കണേ. ആണെന്ന് നിങ്ങൾ നോക്കണ്ട. നമ്മൾ കളിക്കണ്ട കളി കൊണ്ട് നെയ്യും കാണും. കണ്ടോ, ഇത് ഇങ്ങനെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. ഇത് ഞെക്കിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റും ഗായ്സ്. പിന്നെ ഇത് ലെജൻഡറി ആയ പീസാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. മൈ ഹെവൻ. ഈ ഒരു കുഞ്ഞു വീട്ടിൽ ഇമ്മാതിരി സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. ഒരു പെയിൻറ്റിങ് ഫുള്ള് സബ്ബൂഫാണ്. സബ്ബൂഫ് എന്നാണ് ഇനി പറയണത്, എന്തൊക്കെ പറയും അതിന്. പിന്നെ മേൽവശം ഗ്രേ അടിച്ചേക്കാണ്, താഴത്തൊരു കാർപ്പറ്റ് അടിച്ചേക്കാണ്. പിന്നെ ഇവിടെ ഇതാണ് മെയിൻ കമ്പ്യൂട്ടർ. ഇത് വെറുതെ ഒരു കമ്പ്യൂട്ടർ, വെറുതെ ഒരു സെറ്റപ്പാണ് ഈ ഒരു. പിന്നെ എൻ്റെ ഒരു ബെഡാണിത്. പിന്നെ ഇതൊരു PC ആണ്. PC ഒക്കെ നമുക്ക് ചേഞ്ച് ആക്കണം. പിന്നെ നമുക്ക് ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഒരു ഇതുണ്ട്, ഒരു കൺട്രോളർ ഉണ്ട്. പിന്നെ ഒരു മൗസ്, പിന്നെ ഒരു കീബോർഡ് ഉണ്ട്. പിന്നെ ഒരു അടിപൊളി ഒരു മോണിറ്റർ ഉണ്ട്. ഒരു സെറ്റ് ഗെയിമിംഗ് ചെയർ ഉണ്ട്. മോണിറ്റർ ഓണാക്കാൻ പറ്റില്ല, ഇതൊന്നും വർക്കാവില്ല. നമുക്കിതൊക്കെ ഒന്നും വർക്കാവില്ല. ബട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇതിന് വെറുതെ ഷോക്ക് കാണിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ്റിങ് ഇട്ടിട്ടുണ്ട്. ഇത് PK എന്ന് പറയുന്ന ഒരാൾ ചെയ്ത പെയിൻറ്റിംഗ് ആണ്. നിങ്ങൾ കരിക്ക് കണ്ട ആൾക്കാരാണ് PK അറിയാണ്. PKനെ കരിക്ക് കണ്ട ആൾക്കാരാണ് അറിയാം. PK ചെയ്തൊരു ഡ്രോയിങ് ആണിത്. അപ്പോൾ ഇത്ര നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണം. നമ്മുടെ ഇപ്പം നോക്കിയാൽ അങ്ങനെ മേലോട്ട് റിയാലിറ്റിയുടെ ഇപ്പുറത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ ഇപ്പോൾ 182 രൂപയുള്ളൂ. അപ്പോൾ നമുക്കൊരു വർക്കിന് പോയി 182 + 430 എത്രയാണ്? കമൻറ്റ് ഡൗൺ ഗൈസ്. നമുക്ക് 430 പൈസ കിട്ടുന്നതായിരിക്കും. ബിക്കോസ് നമ്മളൊരു വർക്കിന് പോവുകയാണ്. നമുക്ക് ഈ ഒരു വീട്ടിലെ ഡേർട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. സ്ക്രീനിൽ ഞാൻ സംസാരിച്ച് തുപ്പിൽ കളിച്ചു ഗൈസ്. എന്ത് ചെയ്യണേ? ഈ ഒരു ഒരെണ്ണം കൂടെ എനിക്ക് ക്ലീൻ ആക്കാനുള്ളൂ. ക്ലീനൊക്കെ എനിക്ക് കിടന്നുറങ്ങണം. എടാ എനിക്കൊരു ഇത് വാങ്ങാനാ തിരക്കന്മാരെ. എടാ ഒന്നും ആളാ, എന്തോന്ന് ഒളിച്ചിരിക്കാതെ വാ. അമ്മാരിത് ഒളിച്ചിരിക്കട്ടെ ഗൈസ്. ദേ ഇരിക്കണേ കൊണ്ട് മൂലക്കൊക്കെ വെച്ച് ഞാൻ അങ്ങനെ കാണാനാ. നമ്മൾ കാണാതിരിക്കുമ്പോൾ ദൈവന്മാരായിട്ട് നമുക്ക് ഇത് ചെയ്തു തരും. ഇവിടെ ഇരിക്കണ മോനെ, ഇവിടെ കണ്ണ് കാണാൻ തന്നെ പൊട്ടാന്നൊക്കെ ദൈവന്മാരിൽ അവിടെ നിന്ന് പ്രാഗമായിരിക്കും. എടാ ഈ ഗ്രേ കളർ അടിപൊളിയിലടാ. വെറുതെ കൊള്ളില്ലാത്ത കളറാണ് ഈ കളർ. ഒരു മേളക്കൂടി ചോട്ടാ. എടാ ഇതിന് നല്ലൊരു വാൾപേപ്പർ അടിക്കണേ. എൻ്റെ വീടൊക്കെ കണ്ടുപിടി ഫുള്ള് വാൾപേപ്പർ. പക്ഷെ എൻ്റെ ഗെയിമിംഗ് റൂമിൽ സബ്ബൂഫർ ആ സാധനം എന്തൊരു സാധനം. ആ സാധനമാണ് എൻ്റെ അവിടെ ഇരിക്കുകയാണ്, എൻ്റെ വീട്ടിലിരിക്കുന്നത്. അപ്പം എൻ്റെ ഉള്ള ആ സാധനം ഇരിക്കുന്നത്. ഉമ്മാരെന്തോന്നാ കിട്ടാൻ മതി. പെയിൻറ്റ് പറ്റി ബാക്കി ഈ പെയിൻറ്റ് ഫുൾ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. ഓ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞെങ്കിൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഒരു നന്നാച്ചി ആ പെയിൻറ്റിങ് ഒന്ന് അങ്ങോട്ട് കൊണ്ടുവെക്കട്ടെ. നമ്മുടെ ക്ലീനിങ് ആർമി FF എന്നാണ് ഞങ്ങളുടെ ടീമിൻ്റെ പേര്. ഞങ്ങൾ വന്ന് എല്ലാ വീടും ക്ലീനാക്കി കൊടുക്കും. എൻ്റെ ലൊക്കേഷൻ അയച്ചാൽ ഞാൻ ആ വീടും വന്ന് ക്ലീനാക്കി തരും. റാസിക്ക മോനെ, നീ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് നോക്കണം. അമീനെ, ഉണേസിൻ്റെ പേര് നീ പറഞ്ഞില്ലാന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു. പക്ഷേ പോയിട്ട് ഉണേസ് എന്നാലും ഞാൻ പറഞ്ഞിട്ട് നിൻ്റെ ഇതല്ല എൻ്റെ വീട്ടിൽ കിടക്കണ സാധനം. ഈ സാധനം എനിക്കൊന്ന് മാറ്റണം കേട്ടോ. എന്തോന്ന് എനിക്ക് മാറ്റിയിട്ട് താഴെ ഒരു ടൈലിടണം. നോക്കട്ടെ, നല്ല ടൈലുണ്ടോ നോക്കട്ടെ.
നല്ല ടൈലാണ് മോനെ വേണ്ടത്. അതിന് പറ്റിയൊരു ടൈലുണ്ടോ നോക്കട്ടെ. ഫ്ലോർ ടൈൽ ഇതിട്ടാലോ? വേണ്ട വേണ്ട. കാർപ്പറ്റ് എങ്ങനെയാ? ഈ കാർപ്പറ്റ് ഗ്രേ സ്ക്വയർസ് ആണ് ഇപ്പോൾ ഇട്ടേക്കണേ. ഇതിനകത്ത് എങ്ങനെയാ നല്ലതൊക്കെ ഉണ്ടോ? ഇത് ഹാർഡ് ഫ്ലോർ, ഹാർഡ് വുഡൻ സിഡാർക്ക്. അപ്പോൾ അതന്നെ കിടക്കട്ടെ. അത് നമുക്ക് ഇപ്പോൾ മാറ്റണ്ട. ഇപ്പോൾ തൽക്കാലത്തിന് അത് മാറ്റണ്ട. കിച്ചൺ സിങ്ക് ഇത് അപ്പോൾ ഇതൊരു കിച്ചൺ ആക്കാനാണ് ഇല്ലേ? അതെ. ഇങ്ങോട്ട് ഈ കളറൊക്കെ മതി ഹാൻഡിൽസിന്. അല്ല, സ്കിപ്പ് കറണ്ട് വർക്ക്. കാരണം നമുക്ക് വേറെ വല്ല വർക്കിനും പോവാം. ഈ വർക്ക് ചെയ്ത് മടുത്തു. ഒരു അടിപൊളി റൂമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അടിപൊളി റൂമാണ്. ഹായ്, എന്തോ സുമാരി ഇത് കൊളാക്കും. സെല്ലാക്കാം. ഇവിടെ നല്ല വെട്ടില്ലായിരുന്നു. അതെന്തിനാ കളഞ്ഞത്? ഉമ്മാർ സെല്ലാക്കണേ. ഉമ്മാർക്ക് ഒട്ടട 16 ഗാർബേജ് കളയണം നമുക്ക്. എന്ത് ചെയ്യാനാണ് മച്ചാമാരെ? ഞാനിത്ര കഷ്ടപ്പെട്ട് വീട്ടിട്ടാലും നിങ്ങൾ ഇതിനൊന്നും സപ്പോർട്ട് തരുള്ളൂ. എന്ത് ചെയ്യണം? അവനെ പറഞ്ഞിട്ട് അറിയില്ല. 17 സബ്സ്ക്രൈബേഴ്സ് ആയാലും ഞാൻ ഇത്രയൊക്കെ കുഞ്ഞു കാണുന്നതൊക്കെയാണ് നിങ്ങൾ പറയണം. എന്ത് ചെയ്യണം? നിങ്ങൾ അത്രയ്ക്ക് എത്രയൊക്കെയുള്ളതെന്ന് എനിക്കറിയാം. അപ്പം പിന്നെ കുഴപ്പമില്ല. നമുക്കിനി മുമ്പടത്തെ ബാസ്റ്റ് ഒന്ന് കളയണം. ബെസ്റ്റ് ക്ലീനിങ് ആർമി അപ്പുറത്തെ റൂമൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. അവൻ തോന്നാ അത് പിന്നെ നമുക്ക് വേറൊരു മാജിക് ഉണ്ട്. നമ്മൾ നേരേക്കല്ലേ ആമ്പറാക്ക. അയ്യോ, അത് വേസ്റ്റ് മാത്രമേ പറ്റുള്ളൂ. ഇത് വേസ്റ്റ് മാത്രമേ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വേസ്റ്റ് പോകും. നമ്മളൊരു വേസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഫുള്ളി ഓട്ടോമാറ്റിക് വർക്കിടാണ് ഗൈസ്. ഇവിടെ ഫുള്ള് ക്ലീനാക്കി തീരുള്ളതുള്ളൂ. പൈസക്ക് വേണ്ടി നമ്മൾ ഒരു വീട് ഫുള്ള് ക്ലീനാക്കണം. ഫിനിഷ്ഡ് റൂം 2. എനിക്കിനി എത്ര റൂമും കൂടി ഫിനിഷ് ആക്കാണ്ട് അറിയില്ല. എത്ര റൂമാ? 2 റൂം എനിക്ക് ആക്കാനുണ്ട്. പറയുകയാണെങ്കിൽ ഒരെണ്ണം ബാത്റൂമായിരിക്കും. ബാത്റൂം ഫിനിഷ് ആക്കിയ പൈസ ഇങ്ങോട്ട് കിട്ടും. ബാത്റൂമൊക്കെ നമുക്ക് ഇപ്പോഴേ തീർക്കാം. കാരണം ബാത്റൂം ഇപ്പോഴേ തീർത്ത. ബാത്റൂം ആകെ ചെറുതുള്ളൂ. അതൊന്ന് കഴുകി തേച്ചൊരച്ചിട്ടാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് പുതിയ ബെഡിടലും ആ ഒരു കാര്യങ്ങളിലേക്ക്. ചിലപ്പോൾ ബെഡൊക്കെ ഇടുക, പെയിൻ്റ് അടിക്കലൊക്കെ. ചിലപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയലൊക്കെ നമുക്ക് അതൊക്കെ നോക്കണം. ഇവിടുത്തെ ചളിയൊക്കെ കളയണം. കാട്ടുകുറുക്കൻ്റെ കല്യാണം കൂടേരി വെയിലുണ്ട് കത്തിക്കുന്നു. മതി കേട്ടോ, ഞാൻ കണ്ടു. തെറ്റാവടി പോയി തീർന്നു. ഇനി ഈ റൂമിലേക്ക് നേരെ ഒറ്റ പോക്കാം. പിന്നെ ഇവിടുത്തെ 24 വേസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് കളയാൻ തീർക്കണം. അതും കൂടി നോക്കിയാൽ തീരാനുള്ളതുള്ളൂ എല്ലാ പ്രശ്നവും. തീർന്നു. ഇനി ഒരെണ്ണം കൂടി കളഞ്ഞാൽ മതി. അതിപ്പോൾ എവിടെയാ? ഇതാ പ്രശ്നമായിട്ട് ലാസ്റ്റത്തെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടല്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഡാർക്ക് പാത്തോസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതാണ് ഡാർക്ക് പാത്തോസ്. ഇത് ഞാൻ പണ്ടോട് കളിക്കണമായതുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കണം എന്നൊക്കെ. അത് ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് മഞ്ഞ കളർ സാധനമൊക്കെ വരും. ഇത് ഞാൻ പണ്ടോട്ട് കളിക്കാറില്ല. പിന്നെ എൻ്റെ വീട് അങ്ങനെ ഇരിക്കും. ഫുള്ള് വേസ്റ്റായിരിക്കും. ഇപ്പം നമ്മൾ ഈ വന്ന വീടിനേക്കാളും മോശമായിരിക്കും നമ്മുടെ വീട്. ഫുൾ തുരുമ്പ് പിടിച്ച ഐറ്റംസൊക്കെ ആയിരിക്കും. അതായത് നമ്മളെല്ലാം സെറ്റാക്കും. ഇതെന്താ ഒരു ബെഡ്റൂമല്ലായിരുന്നു ഇത്? ഉമ്മാരി ഇതൊരു സോഫയുടെ സ്ഥലമൊക്കെ കളഞ്ഞില്ല. മോശമായി പോയി ഉമ്മാരി ഇത്. ഓക്കെ.
മലർ കൊടിയേ ഞാനെന്നും വീഡിയോ ഇട്ടാൽ ലൈക്കില്ല. ഓ മലർ കൊടി മലർ കൊടി മലർ കൊടി മലർ കൊടി മാമല നാട് മലയാള നാട് മലയാളിയുള്ളൊരു നാട്. അങ്ങനെയുണ്ട് ഈ ഒരു പാട്ട്. അടിപൊളി പാട്ടാണ്. എൻസൈക്ലോപീഡിയ എടുക്കണം. ഓൻ്റെ മൂന്ന് എന്തോരം എൻസൈക്ലോപീഡിയ നിരത്തി അങ്ങ് വെക്കണം. ഇതിനകത്തോട്ട് കയറൂലേ ഏറ്റവും വേണ്ട നിരത്തി. പൊന്നിയ ചെമ്മറിനെന്താ വട്ടാണോ സീസൺ ബുക്ക് ഗ്രേറ്റ് കണ്ട എന്ത് പോലോ ഇത്രയും ബുക്ക് വായിക്കണ പ്രാന്തന്മാരാ. മരുന്ന് വട്ടാട്ടോ ഗൈസ്. ഖുറാൻ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ 1000 എണ്ണം വെച്ചേനെ. ഇപ്പം ഖുറാനൊന്നുമില്ല. അപ്പോൾ ഒരു ഇപ്പോൾ കിട്ടിയ ശബ്ദം അത് ഇവിടെ ഉള്ളതാണ്. അത് പിന്നെ ചെറുതായിട്ടല്ല കിട്ടില്ല, അത് ശബ്ദമുള്ളതാണ്. അതാരോ ഫോണിൽ സംസാരിച്ചതാണ്. ഇൻഡോർ ഫ്ലോർ പ്ലാന്റ് പ്ലാന്റ് തിരിച്ചാലും മറിച്ചാലും ഇവിടെ വെക്കാൻ പറ്റില്ലാണ്. അവർ നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിവിടെ വെക്കാം. എന്താ ഫ്ലോർ പ്ലാന്റ് 2 എണ്ണം വെക്കണം. ഇവിടെ 1 എണ്ണം വെക്കണം. വച്ചു. ബാക്ക് ടു ഹോമയാക്കി 952 പൈസ കിട്ടും. വീടിൻ്റെ കളറങ്ങ് മാറ്റിയല്ലോ. പിങ്ക് ഭയങ്കര പോരാ. വീടിൻ്റെ കളർ മാറ്റി പെയിൻറ്റ് ഡാർക്ക് ഗ്രേ ആക്കാം. എൻ്റെ വീടൊരു ഗെയിമിങ് സെറ്റപ്പ് വീടാക്കാം. സീൻ വീടായിരിക്കണം. പുറത്തുനിന്ന് ആൾക്കാർ കണ്ട സീനായിരിക്കണം. സീനായിരിക്കണം. ഇത്രയ്ക്ക് പറയുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ കൊണ്ട് എൻ്റെ മോനെ ഇവൻ്റെ വീട് ഒക്കെ ഒരു വീടാണ്, ഒരു ഹെവൻ എന്നൊക്കെ പറയുന്നു. അമ്മാതിരി വീടാക്കണം. അതായത് ഇതിന് തന്നെ ഒരു 10 എപ്പിസോഡെങ്കിലും കാണും. ആ ഒരു 10 എപ്പിസോഡിലെങ്കിലും തീർക്കാൻ നോക്കും. അതാണ് ഞാൻ. അത് നമ്മൾ ഈ ഒരു പെയിൻറ്റും കൂടെ എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തും. പിന്നെ ഇടയ്ക്കൊക്കെ വെച്ച് ഞാൻ പൈസ ഒക്കെ കൂട്ടുന്നതായിരിക്കും. അപ്പം മോൻ എൻ്റെ വീട് തീർന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. മാടിച്ച് ഓടിക്കണം.